ശ്രീലേഖ IPSന് രാഷ്ട്രീയ പ്രവർത്തന പരിചയം കുറവ് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അവർ കുറെ അധികം രൂപത്തിൽ അവരുടെ പ്രതിഷേധം പുറത്തു കാണിക്കുന്നുണ്ട്. മേയറുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ മേയർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, കാരണം സീറ്റ് കുറവായിരുന്നല്ലോ. അവർക്ക് 50 സീറ്റല്ലേ ഉള്ളത്, ഭൂരിപക്ഷം കുറവാണല്ലോ. അപ്പോൾ അതിൽ വോട്ട് ചെയ്തിട്ട് പോയി, അവിടെ ആഘോഷത്തിന് നിന്നില്ല. പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് ഡെപ്യൂട്ടി മേയറുടെ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ആശാനാഥിൻ്റെ തിരഞ്ഞെടുപ്പ്, അവിടെ വോട്ട് ചെയ്യണമല്ലോ. അതിൻ്റെ ഇടയ്ക്കുള്ള ഇടവേളയിൽ അവർക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയി. അപ്പോഴൊരു പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്നലെ ഒരു ഓൺലൈൻ ചാനലിൽ ഇത് കൊടുത്തിരുന്നു. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ 10 വാർഡിൻ്റെ ചുമതല നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ 100 വാർഡിൽ 10 വാർഡിൻ്റെ ചുമതല നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചിട്ടാണ് മത്സരിച്ചത്. അപ്പം നിർബന്ധിച്ചപ്പോൾ എന്താകുമായിരുന്നെന്ന്, നമ്മുടെ മേയറാകുമായിരുന്നു എന്നൊരു വിഷയം അവരോട് ചോദിച്ചപ്പോൾ ഓൺലൈനോട് പറഞ്ഞു, ഞാൻ ആകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്, എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. പക്ഷേ നടന്നില്ല. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മന്ത്രിയാകാൻ തീരുമാനിക്കുന്ന ആൾ മന്ത്രിയാവില്ല, സീറ്റിന് വേണ്ടി തീരുമാനിക്കുന്ന ആൾ MLA ആവില്ല, MP ആയി തീരുമാനിക്കുന്ന ആൾ ആവില്ല. ഇതിങ്ങനെ സംഭവിക്കും. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെയും കൂടിയൊക്കെ സംഭവിക്കും. ശ്രീലേഖ IPSൻ്റെയും രാജേഷിൻ്റെ എല്ലാം കൂടി പേര് ഡൽഹിയിലേക്ക് പോയെന്നും അവിടെ വെച്ചാണ് ശ്രീലേഖ IPSനെ വെട്ടി രാജേഷ് ആയതെന്നുമാണ് ഒരു വാർത്ത. പക്ഷേ ഇവിടെ വെച്ച് തന്നെ ഇവിടെ നിന്നുള്ളവരുടെ അഭിപ്രായം എടുക്കാതെ ഡൽഹിക്കാർ വെട്ടുമോ? ഇവിടുത്തെ സംഘപരിവാറിൻ്റെയും BL സന്തോഷിൻ്റെയും അതുപോലെ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ പേരെടുത്ത് കാണില്ലേ? അതെടുത്ത് കാണും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ചർച്ചയുടെ ഭാഗമായിട്ട് വന്നതായിരിക്കും. എന്തായാലും ശ്രീലേഖ IPS അവർക്ക് രാഷ്ട്രീയ പരിചയക്കുറവുണ്ടായിരിക്കാം അവർ ഇങ്ങനെ പറഞ്ഞത്. അടുത്തൊരു ചോദ്യം പത്രക്കാർ ചോദിച്ചു, ന്യൂസ് 18 മറ്റാണെന്ന് ചോദിച്ചു, നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ സ്ഥാനാർത്ഥിയായിട്ട്? പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതും ഒരു അബദ്ധമാണ് പറഞ്ഞത്. കാര്യം മത്സരിക്കുന്നില്ല നിങ്ങൾക്ക് മാത്രം പറയാൻ പറ്റുന്നതല്ലല്ലോ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ. ഒരു സമ്മർദ്ദം സംസ്ഥാന തലത്തിൽ നിന്നോ നേതൃതലത്തിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒക്കെ ഒരു സമ്മർദ്ദം വന്നാൽ, മോഡിയോ അല്ലെങ്കിൽ അമിത്ഷായോ ഒക്കെ ഒരു സമ്മർദ്ദം വന്നാൽ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടി മെയ്വഴക്കം ആവശ്യമുണ്ട്. ശരിയായിക്കോളും. വൈദ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ എണ്ണയിട്ട് ശരിയായിക്കോളും. പക്ഷെ ശരിയായില്ലെങ്കിൽ അബദ്ധം പറ്റും. ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ലതിക സുഭാഷ്, KV തോമസ് തുടങ്ങിയിട്ട് അനിൽകുമാർ, പ്രശാന്ത്, ഇങ്ങനെ തുടങ്ങി കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റി. BJPക്ക് അകത്ത് നിന്നവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. എല്ലാ പാർട്ടിയിലും ഈ അബദ്ധങ്ങൾ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. പാർട്ടിയോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ ശക്തി ഉണ്ടാവുള്ളൂ. പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നാൽ, ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ശ്രീലേഖ IPS സ്വതന്ത്രയായി മത്സരിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ജയിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ജയിക്കുമായിരിക്കും, നമുക്കറിയില്ല ജനങ്ങൾ. കാരണം അങ്ങനെ ജയിപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ONV കുറുപ്പിനെ തോപ്പിച്ച ആളുകളാണ്. ONV കുറുപ്പ് സാർ ഇവിടെ മത്സരിപ്പിച്ചപ്പോൾ നമ്മൾ തോപ്പിച്ചില്ലേ. അപ്പോൾ അത് ജയിച്ചത് ചാൾസ് സാറല്ലേ. ചാൾസ് സാർ രാഷ്ട്രീയക്കാരനായിട്ടാണ് ജയിച്ചത്. ONV കുറുപ്പ് സാഹിത്യകാരനാണ്, എന്നിട്ടും തോറ്റുപോയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. കേരളത്തിലും വോട്ട് ചെയ്യുമ്പോൾ ശ്രീധരനെ തോൽപ്പിച്ചില്ലേ. ശ്രീധരൻ CPMൻ്റെ ഭാഗമായിട്ട് നിന്ന് ചിലപ്പോൾ ജയിക്കുമായിരുന്നു, കോൺഗ്രസിൽ നിന്ന് ചിലപ്പോൾ ജയിക്കുമായിരുന്നു. സ്വതന്ത്രനായിട്ട് നിന്ന് ഇത്ര പോലും വോട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തികളെ മാത്രമല്ല, പാർട്ടി, വ്യക്തിപ്രഭാവം എല്ലാം നോക്കുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചർ മാഡം കുറച്ചുകൂടി രാഷ്ട്രീയ പക്വത കാണിക്കുക. ഒരുപാട് അധികാര സ്ഥാനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല, എന്തും എപ്പോഴും തുറന്ന് പറയുകയും കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചൊരു അച്ചടക്കത്തിലേക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ നമ്മൾ ചാടിപ്പോവും. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര സംവിധാനം ഇതൊന്നും നോക്കാത്തവരായതുകൊണ്ട് കുഴപ്പമില്ല. അവർ ഗവർണർ പദവി വരെ കിടക്കുകയല്ലേ അവരുടെ കയ്യിൽ. അതുകൊണ്ട് അതിനുള്ളൊരു സാധ്യത വളരെ വലുതാണ്.